നെന്മാറയിലെ രാഷ്ട്രീയം ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചല്ല, അത് അവിടുത്തെ ജനങ്ങളെക്കുറിച്ചാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഡേറ്റ ഉപയോഗിച്ച് ഈ മണ്ഡലത്തിലെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ആഴത്തിൽ പരിശോധിക്കാൻ പോവുകയാണ്. ഒപ്പം ഒരു മികച്ച ഭാവിക്കായി എന്ത് ചെയ്യണമെന്നതിനൊരു വഴികാട്ടിയും നമ്മൾ കണ്ടെത്തും. കേരളത്തിന്റെ ഹൃദയഭാഗത്ത് പശ്ചിമഘട്ടത്തിന്റെ താഴ്വരയിലാണ് നെന്മാറ. ഇത് വെറുമൊരു മണ്ഡലം മാത്രമല്ല, സുന്ദരമായ നെല്ലിയാമ്പതി മലനിരകളിലേക്കുള്ള ഒരു പ്രവേശന കവാടം കൂടിയാണ്. ഈ ഭൂപ്രകൃതി തന്നെയാണ് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെയും രൂപപ്പെടുത്തുന്നത്. അപ്പോ നമ്മുടെ ഈ വിശകലനം എങ്ങനെയാണ് മുന്നോട്ടു പോകുന്നതെന്നല്ലേ? 6 ഘട്ടങ്ങളായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നെന്മാറയുടെ അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് തുടങ്ങി ജനങ്ങൾ നൽകുന്ന സൂചനകൾ മനസ്സിലാക്കി പ്രശ്നങ്ങളുടെ ആഴങ്ങളിലിറങ്ങിച്ചെന്ന് ഒടുവിൽ ഒരു മികച്ച ഭരണത്തിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നൊരു യാത്രയാണിത്. ശരി, നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നെന്മാറയുടെ മണ്ണിലേക്കും മനുഷ്യരിലേക്കും ഒന്ന് ഇറങ്ങിച്ചെല്ലാം. എന്താണ് ഈ നാടിന്റെ യഥാർത്ഥ ചിത്രം? നെന്മാറയ്ക്ക് 2 മുഖങ്ങളുണ്ട്. ഒരു വശത്ത് ചിറ്റൂർ താലൂക്കിലെ പച്ചപ്പണിഞ്ഞ ഫലഭൂയിഷ്ടമായ കൃഷിപ്പാടങ്ങൾ, മറുവശത്ത് നെല്ലിയാമ്പതിയുടെ വനങ്ങളാൽ സമ്പന്നമായ മലനിരകൾ. ഈ 2 തരം ഭൂപ്രകൃതിയും അവിടുത്തെ ആളുകളുടെ ജീവിതത്തെയും ഉപജീവനത്തെയും ഒരുപോലെ സ്വാധീനിക്കുന്നുണ്ട്. ഇനി ഇവിടുത്തെ ജനങ്ങളിലേക്ക് നോക്കാം. ജനസംഖ്യയിൽ ഏകദേശം 18% പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരാണ്. മലയോര മേഖലകളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന പട്ടികവർഗക്കാർ ഏകദേശം 3%. ഇത് വെറുമൊരു കണക്കല്ല. വികസനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ സാമൂഹിക ഘടന വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നെന്മാറയിലെ സാധാരണക്കാർ ഓരോ ദിവസവും നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. തൊട്ടടുത്ത് പോത്തുണ്ടി ഡാം ഉണ്ടായിട്ടും കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥ. ഏലവഞ്ചേരിയിലേതുപോലെ ജീവനെടുക്കുന്ന പുട്ടിപ്പൊളിഞ്ഞ റോഡുകൾ. നല്ലൊരു ജോലിയില്ലാത്തതുകൊണ്ട് ഗൾഫിലേക്ക് പോകേണ്ടി വരുന്ന ചെറുപ്പക്കാർ. പിന്നെ അടുക്കളയുടെ ബജറ്റ് താളം തെറ്റിക്കുന്ന വിലക്കയറ്റം. ഇവയെല്ലാം ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ സമ്മർദ്ദമാണുണ്ടാക്കുന്നത്. പക്ഷേ ഇതൊന്നും വെറും പരാതികളായി കാണരുത്. ഇവ ഓരോന്നും വോട്ടർമാർ നമുക്ക് നൽകുന്ന വ്യക്തമായ സൂചനകളാണ്. ഡാറ്റ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. നെന്മാറയിൽ എപ്പോഴും ഉയർന്ന പോളിംഗ് ശതമാനമാണ്. പക്ഷേ 2021 തിരഞ്ഞെടുപ്പ് കണക്കുകൾ വളരെ രസകരമായ ഒരു കാര്യം പറയുന്നുണ്ട്. ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ 2ആയി ഭിന്നിച്ചുപോയി. ഇത് മുന്നണിക്കുള്ളിൽ തന്നെ നിലനിൽക്കുന്ന അതൃപ്തിയിലേക്കല്ലേ വിരൽ ചൂണ്ടുന്നത്? നമ്മൾ കുറച്ചുകൂടി അടുത്തുപോയി നോക്കിയാൽ ഓരോ ഗ്രാമത്തിനും അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. നെന്മാറ ടൗണിൽ കുടിവെള്ളമാണ് പ്രശ്നമെങ്കിൽ ഏലവഞ്ചേരിയിൽ അത് റോഡുകളാണ്. മുതലമടക്കാർക്ക് ഒരു പുതിയ ആശുപത്രി വേണം. നെല്ലിയാമ്പതിയിലാണെങ്കിൽ കാട്ടാന ശല്യവും കറണ്ട് പോക്കുമാണ് പ്രശ്നം. ഓരോ സ്ഥലത്തെയും ഈ പ്രശ്നങ്ങൾ കാണിക്കുന്നത് ഭരണ സംവിധാനങ്ങൾ താഴെത്തട്ടിൽ പരാജയപ്പെടുന്നുവെന്നാണ്. അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സിഗ്നൽ എന്താണ്? വോട്ടർമാർ ഇപ്പോൾ പറയുന്നത് ഇതാണ്: ക്ഷേമ പദ്ധതികളൊക്കെ കൊള്ളാം, പക്ഷെ അതുമാത്രം പോരാ. അവർക്ക് വേണ്ടത് തൊഴിലാണ്, വികസനമാണ്, ഭാവിയെക്കുറിച്ചുള്ളൊരു ഉറപ്പാണ്. ഇതിനെ നമുക്ക് വെൽഫെയർ ഫറ്റീഗ് അഥവാ ക്ഷേമ പദ്ധതികളോടുള്ള മടുപ്പ് എന്ന് വിളിക്കാം. ഈയൊരു പശ്ചാത്തലത്തിൽ നമുക്ക് നിലവിലെ ജനപ്രതിനിധിയുടെ പ്രകടനം ഒന്ന് വിലയിരുത്താം. ഓർക്കുക, ഇത് വ്യക്തിപരമായ വിമർശനമല്ല, മറിച്ച് ഭരണസംവിധാനത്തിന്റെ ഒരു പോസ്റ്റ്മോർട്ടമാണ്. നിലവിലെ എംഎൽഎക്ക് അദ്ദേഹത്തിൻ്റേതായ ശക്തികളുണ്ട്. മുതിർന്ന നേതാവാണ്. ശക്തമായ പാർട്ടി സംവിധാനമുണ്ട്. പക്ഷേ ഏറ്റവും വലിയ ദൗർബല്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുറ്റപത്രമാണ്. രാഷ്ട്രീയത്തിൽ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ എല്ലാം നഷ്ടപ്പെട്ടതുപോലെയാണ്. നമുക്ക് ഓരോന്നായി നോക്കാം. ക്ഷേമ പദ്ധതികളുടെ കാര്യമെടുത്താൽ പ്രകടനം ഒരു ശരാശരി മാത്രം. നിലവിലുള്ളതല്ലാതെ ആളുകളെ ആവേശം കൊള്ളിക്കുന്ന പുതിയ പദ്ധതികളൊന്നും കാണാനില്ല. അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലോ അതൊരു വ്യക്തമായ പരാജയമാണ്. പ്രത്യേകിച്ച് റോഡുകളുടെ അവസ്ഥ. അത് ജനങ്ങൾ ദിവസവും അനുഭവിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ വിശ്വാസത്തിന്റെ കാര്യമോ? അഴിമതി ആരോപണങ്ങൾ ആ വിശ്വാസത്തെ കാര്യമായി തന്നെ ഉലച്ചിട്ടുണ്ട്. അതാണിവിടത്തെ യഥാർത്ഥ പ്രതിസന്ധി. ഈയൊരു സാഹചര്യത്തിൽ നമ്മളൊരു അടിസ്ഥാന തത്വം ഓർക്കേണ്ടതുണ്ട്. നമ്മുടെ ഭരണഘടന ഓരോ പൗരനും അന്തസ്സ് ഉറപ്പു നൽകുന്നുണ്ട്. പ്രായോഗികമായ അതിനർത്ഥം പൊതുരംഗത്തുള്ളവരുടെ സംഭാഷണങ്ങൾ ഉത്തരവാദിത്തമുള്ളതും വസ്തുതാപരവുമായിരിക്കണം എന്നാണ്. അതുപോലെ ജനങ്ങളുടെ വ്യക്തിപരമായ വിവരങ്ങൾ അവരുടെ സമ്മതത്തോടെയും ശ്രദ്ധയോടെയും കൈകാര്യം ചെയ്യണം. ഇതാണ് ഒരു നല്ല ഭരണത്തിന്റെ അടിത്തറ. ഇതുവരെ നമ്മൾ കണ്ടത് രോഗലക്ഷണങ്ങളാണ്. ഇനി നമുക്ക് രോഗമെന്താണെന്ന് കണ്ടെത്താം. നെന്മാറയിലെ രാഷ്ട്രീയത്തെ നിശബ്ദമായി സ്വാധീനിക്കുന്ന അടിയൊഴുക്കുകൾ എന്തൊക്കെയാണ്? 4 പ്രധാനപ്പെട്ട അടിയൊഴുക്കുകളാണ് ഇവിടെയുള്ളത്. 1. ജാതി സമവാക്യങ്ങൾ മാറുകയാണ്. പഴയ വോട്ട് ബാങ്കുകൾ ഇനി ഉറപ്പല്ല. 2. ഗൾഫിൽ നിന്ന് മടങ്ങിവരുന്നവരുടെ പ്രതിസന്ധി. ഇത് ആയിരക്കണക്കിന് വീടുകളിലെ സാമ്പത്തിക പ്രശ്നം മാത്രമല്ല, ഒരു രാഷ്ട്രീയ പ്രശ്നം കൂടിയാണ്. 3.
മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം. സർക്കാർ തങ്ങളെ സംരക്ഷിക്കുന്നില്ലെന്ന തോന്നൽ ജനങ്ങൾക്കുണ്ട്. നാലാമത്തേത് നമ്മൾ നേരത്തെ പറഞ്ഞ വെൽഫെയർ ഫിറ്റീഗ്. പുതിയ കാലത്തിന്റെ പ്രശ്നങ്ങൾക്ക് പഴയ പരിഹാരങ്ങൾ നൽകാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ശരി, പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചു. ഇനി നമുക്ക് പരിഹാരങ്ങളിലേക്ക് കടക്കാം. നെന്മാറയിലെ ജനങ്ങളെ ആത്മാർത്ഥമായി സേവിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും പിന്തുടരാവുന്ന ഒരു കർമ്മപദ്ധതിയാണിത്. വെറുതെ വാഗ്ദാനങ്ങൾ നൽകുന്നതിൽ അർത്ഥമില്ല. കൃത്യമായ അളക്കാൻ കഴിയുന്ന 3 കാര്യങ്ങൾക്കാണ് മുൻഗണന നൽകേണ്ടത്. 1. നെന്മാറയിൽ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു സർക്കാർ ആശുപത്രി. 2. 2027-നകം എല്ലാ വീടുകളിലും കുടിവെള്ളം, എല്ലാ റോഡുകളും സഞ്ചാരയോഗ്യം. 3. 1000 പേർക്ക് നാട്ടിൽ തന്നെ ജോലി നൽകുന്ന ഒരു തൊഴിൽ പാക്കേജ്. വ്യക്തമായ, നടപ്പിലാക്കാൻ കഴിയുന്ന വാഗ്ദാനങ്ങൾ. ഇനി എങ്ങനെ ജനങ്ങളിലേക്കെത്താം? അവരെ വോട്ട് ബാങ്കുകളായി കാണരുത്. ഓരോ വിഭാഗത്തെയും അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി സമീപിക്കണം. ചെറുപ്പക്കാർക്ക് തൊഴിൽ പരിശീലനം, സ്ത്രീകൾക്ക് അവർ വിശ്വസിക്കുന്ന കുടുംബശ്രീ പോലുള്ള ശൃംഖലകൾ വഴി പിന്തുണ, കർഷകർക്ക് യഥാർത്ഥ സഹായം. ഒപ്പം എല്ലാ സമുദായങ്ങളിലെയും നേതാക്കന്മാരെ വികസനത്തിൽ പങ്കാളികളാക്കണം. അപ്പോൾ നമുക്കൊരു പ്ലാനുണ്ട്. പക്ഷേ അതെങ്ങനെ നടപ്പിലാക്കും? അതിന് വ്യക്തമായൊരു തന്ത്രവും ധാർമ്മികമായ അടിത്തറയും ഭാവിയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടും വേണം. ഒരു പുതിയ നേതൃത്വത്തിന് 4 മുഖങ്ങളുള്ള ഒരു സമീപനം ആവശ്യമാണ്. 1. ആക്രമണത്തിന്റെ മുഖം, അതായത് വ്യക്തിഹത്യ നടത്താതെ ഡേറ്റ ഉപയോഗിച്ച് ഭരണപരാജയങ്ങൾ തുറന്നുകാട്ടുക. 2. സ്ഥിരതയുടെ മുഖം, എല്ലാവരെയും ഉൾക്കൊള്ളുന്നൊരു ഭരണം വാഗ്ദാനം ചെയ്യുക. 3. നൂതനാശയങ്ങളുടെ മുഖം, ഭാവിയെക്കുറിച്ച് പുതിയ സ്വപ്നങ്ങൾ നൽകുക. 4. സംരക്ഷണത്തിന്റെ മുഖം, സമൂഹത്തിലെ ദുർബലർക്ക് ഒരു താങ്ങായി മാറുക. ഇതാണ് വിശ്വാസ്യത നേടാനുള്ള വഴി. നമ്മൾ ഇതുവരെ സംസാരിച്ച എല്ലാ കാര്യങ്ങളുടെയും, ഈ ഡേറ്റയുടെയും വിശകലനത്തിന്റെയും തന്ത്രത്തിന്റെയുമെല്ലാം ആകെ തുക ഒന്നേയുള്ളൂ. അത് വിശ്വാസം എന്ന ഒരൊറ്റ വാക്കാണ്. അപ്പോൾ ഏറ്റവും വലിയ ചോദ്യമിതാണ്: തകർന്നുപോയ ആ വിശ്വാസം എങ്ങനെ വീണ്ടെടുക്കും? അത് മുദ്രാവാക്യം വിളിച്ചതുകൊണ്ട് നടക്കില്ല. ധാർമ്മികമായ പ്രവൃത്തികളിലൂടെ മാത്രമേ അത് സാധിക്കൂ. ഓരോ പൗരന്റെയും അന്തസ്സിനെയും സ്വകാര്യതയെയും ബഹുമാനിക്കുന്നതിലൂടെ. ശരിയായ തത്വദീക്ഷയുള്ള പ്രവൃത്തികളിൽ നിന്നാണ് വിശ്വാസം വീണ്ടും ജനിക്കുന്നത്. ഡാറ്റയ്ക്ക് നമുക്കൊരു ഭൂപടം തരാൻ കഴിയും, വഴി കാണിച്ചു തരാൻ കഴിയും. പക്ഷേ ആ വഴിയിലൂടെ നടക്കണമെങ്കിൽ ധൈര്യം വേണം, അച്ചടക്കം വേണം. എല്ലാറ്റിനും ഉപരിയായി ജനങ്ങളെ സേവിക്കാനുള്ള ആത്മാർത്ഥമായൊരു ആഗ്രഹം വേണം. ജനങ്ങളെ കേന്ദ്രീകരിക്കുന്ന ഒരു നേതാവാകാനും നിങ്ങളുടെ മണ്ഡലത്തെ ഉയർത്താനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ blueprintstrategies.ai-യുമായി ബന്ധപ്പെടുക. ഇമെയിൽ mgr@blueprintstrategies.ai അല്ലെങ്കിൽ 08042014102 എന്ന നമ്പറിൽ വിളിക്കുക. രാഷ്ട്രീയത്തിനപ്പുറം ഒരു ലക്ഷ്യം,